കൊച്ചിയിലെ നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ലേബി സുചീന്ദ്രനും സംഘവും ചേരുന്നതാണ് നമ്മുടെ കൊച്ചിയിലെ കുടുംബം. അവർക്കൊപ്പം ഒരു നമ്മുടെ പ്രിയപ്പെട്ട ഗായിക കൂടി വിഷുദിനത്തിലുണ്ട്, മലയാളികളുടെ പ്രിയപ്പെട്ട അമൃത സുരേഷ്. ഞങ്ങളുടെ കൊച്ചി ബ്യൂറോയിലെ ടീം അംഗങ്ങൾ ലേബിയുടെ നേതൃത്വത്തിൽ തയ്യാറായിട്ടുണ്ട്. ലേബി സുചീന്ദ്രൻ, അലി അക്ബർ ഷാ, SS ശരൺ എന്നിവരാണുള്ളത്. ലേബി ആൻഡ് ടീം. ഒപ്പം അമൃത, വെൽക്കം ടു ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ. എനിക്കൊപ്പം ദാ സാക്ഷാൽ ശ്രീകൃഷ്ണൻ വന്ന് നിൽക്കുകയാണ്, കണ്ടല്ലോ അല്ലേ? സുജയ, നമ്മുടെ തൊട്ട അയൽപക്കമാണ് അമൃത. അമൃത നമ്മുടെ കൊച്ചി ബ്യൂറോയുടെ അയൽക്കാരിയാണ്. അപ്പോൾ ഇന്ന് വിഷു ദിവസം അയൽക്കാരിയുടെ 2 പാട്ട് കേൾക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ കൂടെ സുജയ വിഷു കൈനീട്ടം തരുന്നു എന്ന് അറിഞ്ഞുകൊണ്ടാണ് അലി അക്ബർ ഷായും SS ശരണും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ വെട്ടിലാക്കരുത്, വിഷു കൈനീട്ടം തന്നേക്കണം ഉറപ്പായിട്ട്. അമൃത സുരേഷ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായിക, നമ്മുടെ ബ്യൂറോയുടെ വളരെ പ്രിയപ്പെട്ട ആളാണ്. ഞാൻ ഇവിടെ നിന്ന് 2 സ്റ്റെപ്പ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വരാൻ പറ്റും, കൊച്ചി ബ്യൂറോ. അതെ. അപ്പം വിഷു ദിനത്തിൽ ഒരു വിഷുഗാനത്തോടു കൂടി തുടങ്ങാം നമുക്ക്. ആയിക്കോട്ടെ. ആദ്യമേ തന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരു ഹാപ്പി വിഷു, അത് പറയാൻ മറന്നുപോയി. ചേച്ചി ഏത് പാട്ടാ പാടുന്നത്? കണി കാണുന്ന നേരം എപ്പോഴും കേൾക്കുന്നതാണ് അമൃതയുടെ, എങ്കിലും അത് കേൾക്കാനൊരാഗ്രഹം ഇപ്പം. ശരി. മലർമതിൽ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേ എന്ന ചിലമ്പും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണും നേരം കമലനേത്രന്റെ നിറമേലും മഞ്ഞ തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ചേച്ചി, അപ്പോൾ നമ്മുടെ ബ്യൂറോയുടെ പ്രിയപ്പെട്ട ഗായകൻ അലി അക്ബർ ഷായെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ. ഇത് സുജയ ഇങ്ങോട്ട് ഈ ഷൂട്ടിന് വരാൻ പരമാവധി മുങ്ങാൻ ശ്രമിച്ച ആളാണ് SS ശരൺ. അതുകൊണ്ട് പണി തരുമെന്ന് പറഞ്ഞു തന്നെയാണ് വന്നത്. പക്ഷെ നല്ലോണം പാടും. അലി അക്ബർ ഷാ, കൃഷ്ണന് മുന്നിൽ പാടാനുള്ള അവസരമാണ് അലിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ചേച്ചി, ഇന്നിപ്പോ കണ്ണൻ അമ്പലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൻ ഇപ്പൊ അമ്പലപ്പുഴയിൽ നിന്ന് വന്നതാന്ന് ഇപ്പൊ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ അമ്പലപ്പുഴയിലെ ഒരു പാട്ട് കണ്ണന് വേണ്ടി പാടാം. അമ്പലപ്പുഴയോ? ഞങ്ങൾ കുറച്ച് നേരം തമിഴൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു, അതുകൊണ്ട് കുറച്ച് തമിഴൊക്കെ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. നമുക്ക് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട്. ശരി. അപ്പം സുജയ, എനിക്ക് 2 കാര്യം. ഒന്ന്, അമൃത സുരേഷിനൊപ്പം പാടാൻ പോകുന്നു. 2, ഉണ്ണിക്കണ്ണന് മുമ്പിൽ പാടാൻ പോകുന്നു. ഒരുപാട് കാലം അലി അക്ബർ ഷാ കാത്തിരുന്ന ഒരു സ്വപ്നമാണ്. അമൃത ഇത് അറിയുന്നുണ്ടോ എന്തോ? സ്റ്റാർട്ട് ചെയ്യോ അലി? അറിയുന്നില്ല, പറയണ്ട, അവസാനം കണ്ടറിഞ്ഞാൽ മതി. ഓ, അവിടെ ഇതിലുണ്ടല്ലേ, എനിക്ക് കേൾക്കാം. ഞങ്ങൾ പാട്ട് പാടാൻ പോകണം സുജയ, കേട്ടോ. ഓക്കെ, നമ്മുടെ കണ്ണനെ കേൾക്കുന്നുണ്ട്. പുറത്തിറങ്ങിയ ശേഷം SS ശരണിനെ കായികമായി കൈകാര്യം ചെയ്യുന്നതായിരിക്കും. അപ്പൊ പാട്ട് തുടങ്ങുകയാണ്. പഠിക്കും. മേലിൽ പിടിക്കണോ താഴെ പിടിക്കണോ? ഞാൻ എത്തി പിടിക്കാം. അത് തുടങ്ങാം അല്ലേ? അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നു. ചേച്ചി എന്ത് രസമായിട്ടാ പാടുന്നത്. എനിക്കാട്ടോ ഹാപ്പി വിഷു സുജയ, നിങ്ങൾക്കല്ല കേട്ടോ. സമയം കുറച്ച് നമുക്ക് രഞ്ജിത്ത് തന്നിട്ടുള്ളത് കൊണ്ട് വേഗം ഒരു പാട്ട് പഠിക്കോ. ലേബി, ഒരു കാര്യം പറയട്ടെ. ലേബി, ഇത് വണ്ടർഫുൾ കോംബോ ആണ് കേട്ടോ. ശരിക്കും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. എനിക്കിപ്പോ ഒരു തെറ്റുപറ്റിപ്പോയോ എന്നൊരു തോന്നൽ. കാരണം നമ്മുടെ അമൃതയും അലിയേയും കൂടി കൃഷ്ണനൊപ്പം ഇവിടെ കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. ലേബി എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഒന്ന് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ. അമൃതയും അലിയും കൂടി ഒരുമിച്ച് കൊണ്ട് സ്റ്റുഡിയോയിൽ എത്തിക്കേണ്ടതായിരുന്നു എന്നാണ് സുജയ് പറയുന്നത്.
അപ്പോൾ സമയക്രമം പോലെ ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നാം രാഗം പാടാം. ഒന്നാം കൊണ്ട് കിട്ടുക. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമോ ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുൻപിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനുമനുരാഗിയാം അമ്പലപ്രാവേ. അമൃത, താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. ശരൺ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു പാട്ടും കൂടെ ചോദിച്ചോളൂ. സംഭവം സൂപ്പറായിരുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. പുറത്തിറങ്ങിയിട്ട് ഞങ്ങളൊന്ന് കാണുന്നുണ്ട്. എന്തായാലും ഗംഭീരായി അലി. സുജയ്ക്ക് അമൃതയുടെ ഏതെങ്കിലും പാട്ട് പറയാനുണ്ടോ? നമ്മുടെ അമൃത സുരേഷിനോട് എനിക്കല്ല, നമ്മുടെ കണ്ണന് ചോദിക്കാനുണ്ടോ? കണ്ണൻ ചോദിക്കുന്ന ഒരു പാട്ട് അമൃത പാടിക്കൊടുക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് നേരത്തെ കൊണ്ടുവരേണ്ടതായിരുന്നു. അമൃത എത്തിക്കാൻ ഇത്തിരി വൈകി ലേബി, അതിലെനിക്ക് ചെറിയ പരിഭവമുണ്ട്. കണ്ണൻ ഇഷ്ടമുള്ളൊരു പാട്ട് പറയും, നമ്മുടെ അമൃത പാടിത്തരും. സുജയ നേരത്തെ പറഞ്ഞതാണ് അമൃതയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്. അമൃതയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്, കണ്ണനെ കുറിച്ചുള്ള അമൃതയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്, അതാണ് നമ്മുടെ അമ്പലപ്പുഴ പാർത്ഥസാരഥി ഇവിടെ വന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ കണ്ണൻ ഫ്ലോറിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അമൃതയ്ക്ക് ഇഷ്ടമുള്ള പാട്ട്. അത് കണ്ണനെ കുറിച്ചുള്ളതാണെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ ഏത് പാട്ടായാലും കുഴപ്പമില്ല. മുകുന്ദ മുകുന്ദ ആയിക്കോട്ടെ. കണ്ണൻ ആവശ്യപ്പെട്ടതുകൊണ്ട് കണ്ണന് വേണ്ടി ഒരു പാട്ട് പാടാം. സുജയ പാർവതി ചോദിക്കുന്നു മുകുന്ദ മുകുന്ദ പാടാൻ ഓർമ്മയുണ്ടോന്ന്. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ മുകുന്ദ വരം താ വൃന്ദാവനം താവനം താ. വെണ്ണയുണ്ടവായാൽ മണ്ണയുണ്ടവാ താരരാര താരാര തരതാരരാ. മുകുന്ദ മുകുന്ദ കൃഷ്ണ മുകുന്ദ 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 മുകുന്ദ. കുറേ നാളായി പാട്ട് പെട്ടെന്ന്. നമ്മുടെ ശരണിന്റെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്ക് വെള്ളം. ഇടയ്ക്കിടയ്ക്ക് ബ്യൂറോയിൽ നിന്ന് പാടുന്ന കേൾക്കാം. ശരൺ പാടില്ല, പക്ഷെ ശരൺ മൂളിപ്പാട്ട് പാടാറുണ്ട്. അതൊന്നും പാടാമോ? പാടില്ല, പക്ഷെ ശരണിനി പാടും. നമുക്ക് ബാസിൽ പാടാം. ഇല്ല, ഞാൻ പാടാറില്ല. സുജയ പറയുന്നു ശരൺ ഇന്ന് പാടില്ല, പക്ഷെ ഇനി പാടുപെടുവെന്ന്. ലാ 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 ലാ. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അല്ലിയാമ്പൽ കടവിലങ്ങരയ്ക്കും വെള്ളം. അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം തീർന്നു. ഇനി കൂടുതൽ സമയം കൊടുത്താൽ അലി ഒരു 6 പാട്ട് കൂടി പാടും. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് നമുക്കൊരു അഡ്വാൻസ് ബുക്കിംഗ് ആണ്. ലേബി അഡ്വാൻസ് ബുക്കിംഗ് ആണ്. ഈസ്റ്ററിന് നമ്മുടെ അമൃതയെയും ഒപ്പം മോളെയും നമുക്ക് ആ ഫാമിലിയെ മൊത്തത്തിൽ ഇവിടെ കൊണ്ടുവരണം. ഈസ്റ്ററിന് ഞായറാഴ്ച അഡ്വാൻസ് ബുക്കിംഗ്. കേട്ടോ, സുജയ പാർവതി അഡ്വാൻസ് ആയിട്ട് പറയുന്നു ഈസ്റ്ററിന് അമൃതയും പാപ്പും നമ്മുടെ സ്റ്റുഡിയോയിൽ ഒന്ന് വരുമോ? വരാൻ ശ്രമിക്കാം. അഡ്വാൻസ് ബുക്കിംഗ്. അപ്പൊ ഇനി ഊരാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് അമൃത. അമൃതയും പാപ്പുവും ആ കുടുംബം നമ്മുടെ ഒക്കെ ഭാഗമാണ്. സുജയ അമൃതയ്ക്ക് നമ്മൾ കണക്ട് ചെയ്തിരുന്നു ഫോൺ, അതിന് ഡിസ്കണക്ട് ആയി, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തത്. സുജയ പാർവതി സന്തോഷം അറിയിക്കുന്നു, ഏതായാലും വിശ്വാസംസ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ അലി ഗംഭീരമായിട്ട് പാടി. ഇനി അലിയുടെ ഗംഭീര പാട്ടുകളൊക്കെ വരട്ടെ. ഒപ്പം ശരണാണ് ഇതിനെല്ലാത്തിനും തിരികൊളുത്തിയത്. ശരണിന്റെ നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പൊ നമ്മുടെ കൊച്ചി ബ്യൂറോയ്ക്ക് കൃഷ്ണന്റെ വക, ഒപ്പം നമ്മുടെ അമൃത സുരേഷിനും കുടുംബത്തിനും കൃഷ്ണന്റെ വക ഒരു വിഷു ആശംസ പറഞ്ഞ് നമുക്കൊരു ഇടവേള എടുക്കാം. അമൃത സുരേഷിനും റിപ്പോർട്ടർ ശരണിനും എൻ്റെ വക വിഷുവാശംസകൾ. അപ്പൊ കൃഷ്ണന്റെ വിഷുവാശംസകളൊക്കെ കിട്ടിയല്ലോ ലേബി, സന്തോഷായില്ലേ?
ആശംസ അമൃതയ്ക്കും അമൃതയുടെ കുടുംബത്തിനും തന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു കൃഷ്ണ, അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വിഷു, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.